എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ സംസാരിച്ചിരുന്നത് കാവുകളെ പറ്റിയാണ്. കാവുകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അതിനെപ്പറ്റിയൊക്കെ തന്നെയാണ്. അതായത് കാവുകൾ നിർമ്മിക്കപ്പെട്ടത് ഔഷധ വൃക്ഷങ്ങളും ഔഷധ ചെടികളും ഔഷധ വള്ളികളും ഒക്കെ നിറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇത് നിർമ്മിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ കൂട്ടം കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങി. അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമ്പനി പോലെയുള്ള കൂട്ടത്തോടെ മരണപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രോഗങ്ങൾ ബാധിച്ച് കൂട്ടത്തോടെ ആളുകൾ മരണപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഇതെന്താണെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് അസുഖമാണെന്നും ആ അസുഖത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ, ഈ അണുബാധ ഏൽക്കാതിരിക്കണമെങ്കിൽ ആ അണുക്കളിൽ നിന്നൊക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ഈ കാവ് നമുക്ക് ആവശ്യമാണെന്നും, ഇതിലൂടെ ഔഷധ സസ്യങ്ങളും ഒക്കെ നട്ടു വളർത്തുകയും ഒക്കെ ചെയ്തത് അസുഖങ്ങൾക്ക് പിന്നീട് ഔഷധങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അസുഖങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾക്ക് വേണ്ടി ഔഷധങ്ങളും കണ്ടെത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഔഷധങ്ങൾ കണ്ടെത്തിയതിലൂടെയാണ് മനുഷ്യന് അസുഖങ്ങൾ പിന്നീട് മാറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഔഷധങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ള എല്ലാ ചെടികളും എല്ലാ വൃക്ഷങ്ങളും എല്ലാ വള്ളികളും നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പ്രകൃതി ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം എങ്കിൽ ഇങ്ങനെയുള്ള കാവുകളെ ചുറ്റിപ്പറ്റി ജീവിച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. അത് കൂടാതെ ഈ കാവുകളിൽ മറ്റൊരു എനർജി പവറുണ്ട്. അതായത് ഈ പ്രകൃതിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് പതിയെന്ന് ഈ കാവുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കാവുകളിൽ ഒരു പ്രത്യേക ഒരു എനർജി പവറുകളുണ്ട്. അപ്പം ഈ കാവുകൾ അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെ ഈ മനുഷ്യരായ നമ്മൾക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണം നമ്മുടെ ആഹാരമാണ്. നമ്മൾ കഴിക്കേണ്ട ആഹാരം ഞാൻ ആദ്യ വീഡിയോകളിലൊക്കെ പറഞ്ഞായിരുന്നു. ആ കഴിക്കേണ്ട ആഹാരം മനുഷ്യൻ കഴിക്കേണ്ടത് കായ്കനികളാണ്. അപ്പം കായ്കനികൾ കഴിക്കാൻ വേണ്ടി നമുക്ക് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ മറ്റുള്ള ഭക്ഷണങ്ങൾ തേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് ഹോട്ടലുകളാണേലും വീടുകളിലാണേലും അല്ലാതെയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്താൽ വീട്ടിൽ വരുന്ന രീതിയിലുള്ള ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ആയി നമുക്കിപ്പോൾ. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമല്ല കഴിക്കുന്നത്, കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിച്ചപ്പോഴാണ്. അപ്പം ആഹാരമാണ് അസുഖം. ആഹാരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആഹാരക്രമങ്ങൾ തന്നെ നമുക്ക് മാറും. അപ്പോൾ ഇതിങ്ങനെ മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കേണ്ട ആഹാരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടാറില്ല. അതായത് ഈ വൃക്ഷങ്ങളൊക്കെ ഫലമുണ്ടാകുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ്, അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കായ്ഫലങ്ങളൊക്കെ കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ള ആഹാരത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ശേഖരിച്ച് വെക്കാനും, അതായത് കായ്കനികൾ കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യർ ചില ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്കും മറ്റുള്ള അങ്ങനെ രീതിയിലുള്ള ആഹാരങ്ങളിലേക്കും ഒക്കെ മാറിപ്പോയി. കാരണം വെച്ചാൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം മനുഷ്യന് വിശപ്പുണ്ടല്ലോ, വിശപ്പടക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തേടിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഒരുപാട് നാൾ ശേഖരിച്ച് വെക്കാൻ പറ്റുന്നത് ഈ നെല്ലാണ്. നെല്ല്, ഗോതമ്പ്, ധാന്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഒരുപാട് നാൾ നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റുന്നത്. കാരണം
ഈ നെല്ലെന്നൊക്കെ പറയുന്നത് 100 വർഷമോ 200 വർഷമൊക്കെ നമുക്ക് ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതവിടെ ഇരിക്കും. അപ്പം അങ്ങനെയാണ്. അതിൻ്റെ തെളിവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ചില ക്ഷേത്രങ്ങളുടെയൊക്കെ വാതിൽക്കൽ ഈ നിറകതിർ എന്ന് പറയുന്നൊരു സാധനം അതിങ്ങനെ തൂക്കിയിട്ട് അതൊക്കെ നൂറ്റാണ്ടുകൾ വർഷം പഴക്കമുള്ള നിറകതിരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു കേടുമില്ല. അപ്പം ഇങ്ങനെയുള്ള ധാന്യങ്ങൾ ആണ് നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതും കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതില്ല. അപ്പം അങ്ങനെ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ ധാന്യങ്ങളാണ്. അങ്ങനെയാണ് ധാന്യങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ധാന്യങ്ങൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, അതായത് ആഹാരത്തിൻ്റെ നമ്മൾ കഴിക്കേണ്ടാത്ത ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ രോഗങ്ങൾ നമ്മളെ ബാധിച്ചു, അല്ലെങ്കിൽ അസുഖങ്ങൾ നമ്മളെ ബാധിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ അസുഖത്തിന് ഔഷധവും കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ എത്തിപ്പെട്ടപ്പോൾ ഋഷീശ്വരന്മാർ അതിനു വേണ്ടിയുള്ള ധ്യാനവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഈ ധ്യാനത്തിലൂടെയും മറ്റുള്ള രീതിയിലും ഒരുപാട് പേരിൽ പരീക്ഷിച്ചും ഒക്കെ പല മരുന്നുകളും പല ഔഷധങ്ങളും പല ഔഷധക്കൂട്ടുകളും കണ്ടെത്തി. അപ്പം ഈ ഔഷധക്കൂട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നതും അല്ലെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തന്നതും എല്ലാം ഈ ഋഷീശ്വരന്മാർ. അപ്പം അങ്ങനെയുള്ള ഔഷധ ചെടികളും വൃക്ഷങ്ങളെയും ഒക്കെ കൂട്ടിയാണ് ഈ കാവ് ഇന്ന് നിലനിന്ന് പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ കാവുകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം അങ്ങനെ അസുഖങ്ങൾ ഈ ഔഷധങ്ങൾ കൊണ്ട് തന്നെ അസുഖങ്ങൾ മാറാൻ തുടങ്ങി. മനുഷ്യന് ആയുസ്സും ആരോഗ്യവും ഒക്കെ വീണ്ടെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഈ ഒരു ജീവിത ശൈലി തന്നെ നമ്മുടെ ജീവിത ശൈലി മാറിപ്പോയത് കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണമായി പോയത്. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ജീവിത ശൈലികൾ മാറ്റാൻ, അതായത് മനുഷ്യൻ സുഖങ്ങൾ തേടി സന്തോഷങ്ങൾ തേടി പോയി മനുഷ്യൻ്റെ ജീവിത ശൈലികൾ മാറാൻ, ദിനചര്യകൾ മാറാൻ തുടങ്ങി, ആഹാരം മാറാൻ, നമ്മുടെ വ്യായാമങ്ങൾ മാറാൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കിവിടെ മറ്റുള്ള രീതിയിലുള്ള ചികിത്സകളൊക്കെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് മറ്റുള്ള രീതിയിലുള്ള ചികിത്സകൾ, അലോപ്പതി, യുനാനി, അങ്ങനെയുള്ള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരാൻ തുടങ്ങി. അപ്പം മനുഷ്യൻ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ ആയുസ്സും കുറയാൻ തുടങ്ങി, ആരോഗ്യവും കുറയാൻ തുടങ്ങി. അപ്പം 120 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യർ ഈ ഔഷധ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മളെന്നും ആരോഗ്യത്തോടുകൂടിയും ആയുസ്സും ദീർഘമായിട്ടിരിക്കും. മറിച്ച് നമ്മളിപ്പോൾ ഇന്നത്തെ ജീവിത ദിനചര്യയിലൂടെ പോകുമ്പോൾ നമുക്ക് ആരോഗ്യവും നമ്മൾ ക്ഷയിക്കും, ആയുസ്സും കുറവാണ്. അപ്പം ഈ ഔഷധങ്ങളെക്കുറിച്ച് ഓരോ ഔഷധങ്ങളെക്കുറിച്ചും പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി ഓരോ ഔഷധങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയാൻ എനിക്കുണ്ട്. ഇനി വരും വീഡിയോകളിൽ നമുക്ക് ഔഷധങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.